ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് നല്ല നാടൻ ബീഫ് റോസ്റ്റ് ആണ്. ബീഫ് ഇതുപോലെ നല്ല ഡ്രൈ ആയി ബ്രൗൺ കളറിൽ വരട്ടിയെടുക്കുന്നത് എല്ലാ മലയാളികൾക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ. എന്നാൽ ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. ഈ ഒരു ബീഫ് ഡ്രൈ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായി ഞാനിവിടെ 1 കിലോ ബീഫ് ചെറുതായി നുറുക്കി ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ബോൺലെസ് ബീഫാണ് എടുത്തിരിക്കുന്നത്. നമ്മൾക്ക് വേണമെങ്കിൽ എല്ലോട് കൂടിയിട്ടുള്ള ബീഫും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ ബീഫ് നമ്മൾക്ക് മസാലയൊക്കെ പുരട്ടി നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു കുക്കറിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 15 ചെറിയുള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും, കാരണം നമ്മളിത് ഡ്രൈ ആക്കി എടുക്കുന്നതാണ്. 1 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഇറച്ചി കഷ്ണങ്ങളിലേക്കൊക്കെ മസാലപ്പൊടികൾ നന്നായി മിക്സായി വരുന്ന രീതിയിൽ നന്നായി ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരല്പം വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾക്കൊരു 8 വിസിൽ വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല, കാരണം ബീഫിൽ നിന്ന് തന്നെ നന്നായി വെള്ളം ഇറങ്ങി വരും. 8 വിസിലിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം നമ്മൾക്കിത് തുറന്ന് നോക്കാം. നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ചിട്ട് വേണം വിസിൽ വെക്കാൻ വേണ്ടി. എനിക്കിവിടെ 8 വിസിലിന് നന്നായി വെന്ത് കിട്ടും. നന്നായി വെന്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്തതിനെക്കാട്ടിലും അധികം വെള്ളം ഇപ്പോൾ കുക്കറിൽ കാണുന്നുണ്ട്. ബീഫിൽ നിന്ന് ഇതുപോലെ വെള്ളം ഇറങ്ങുന്നത് കൊണ്ടാണ് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുതെന്ന് പറയുന്നത്. ഇനി ഇത് വെച്ച് നമ്മൾക്ക് റോസ്റ്റ് ഉണ്ടാക്കാം. അടികട്ടിയുള്ള ഒരു കടായിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നാടൻ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് വെളിച്ചെണ്ണയായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. പെരിഞ്ജീരകം നന്നായി പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. തേങ്ങാക്കൊത്തൊക്കെ ചെറുതായി ഒന്ന് വാടി വരുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ എണ്ണയിൽ കിടന്ന് ചെറുതായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കുടം വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 മീഡിയം സൈസിലുള്ള ഇഞ്ചി ചെറുതായി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിനുശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ചാറോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഈ ചാറൊക്കെ നന്നായി ഒന്ന് വറ്റി വരുന്നത് വരെ നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ചാറൊക്കെ നന്നായി വറ്റി നല്ല പെരണ്ടിരിക്കുന്ന ഒരു പാകത്തിനായിട്ടുണ്ട്. നിങ്ങൾക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാനാണെങ്കിൽ ഈ ഒരു പാകത്തിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ചും കൂടെ ഡ്രൈ ആയിട്ടുള്ള ഒരു റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ബീഫൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് റോസ്റ്റ് ഒക്കെ കുറച്ച് സ്പൈസിയായി ഇരിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് വരട്ടിയെടുക്കാം. ഇപ്പോൾ ബീഫൊക്കെ നന്നായി മൊരിഞ്ഞ് നല്ല ബ്രൗൺ കളറിലുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇത് മതിയാവും. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എല്ലാവരുടെയും പ്രിയപ്പെട്ട കറുത്ത നിറത്തിലുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിന്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ബീഫ് റോസ്റ്റ്. നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.